നമസ്കാരം. ഇനി വരുന്ന 21 ദിവസക്കാലം കൊണ്ട് ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ജീവിതം മാറി മറിയുന്നതായിരിക്കും. ഇവർക്ക് വളരെയധികം സാമ്പത്തിക ഉന്നതികളും നല്ല രീതിയിലുള്ള നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ വളരെയേറെ അനുകൂലമായിട്ടുള്ള സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ഇവർക്ക് ജീവിതത്തിലെ ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായിരിക്കും. ഉറപ്പായും 2025 ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയമാണ്. വിദേശ യാത്രകൾ നടക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ഇവരുടെ കരിയറിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ദിശാബോധത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന സമയം. വ്യാപാര പുരോഗതികൾ ഉണ്ടാകുന്നതായിരിക്കും. ബിസിനസ്സിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കും. എല്ലാ മേഖലകളിലും ശോഭിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഇവിടെ പറഞ്ഞ ഈ നക്ഷത്ര ജാതകർക്ക് 2025 കഴിയുന്നതായിരിക്കും. എന്തു തന്നെയാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് കാര്യവിജയങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. എന്തു തന്നെയും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിത ഉയർച്ചകളും 2025 21 ദിവസക്കാലം കൊണ്ട് ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന അത്ഭുത നക്ഷത്രക്കാർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരാണ്. അശ്വതി നക്ഷത്രത്തിൽ പിറന്നിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ധനാഭിവൃദ്ധിയും ഉയർച്ചയും ഉന്നതികളും ഉണ്ടാകുവാൻ സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലകളിൽ ശോഭിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യങ്ങളും നിധിഭാഗ്യങ്ങളും തേടി വരുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയമൊക്കെയാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ അവസരം ലഭിക്കുന്നതായിരിക്കും. ഒത്തിരി ധനപരമായിട്ടുള്ള അഭിവൃദ്ധികളൊക്കെ ഈ സമയങ്ങളിൽ ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങൾ കൊണ്ട് അശ്വതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നു. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും ജീവിതത്തിൻ്റെ സുരക്ഷിതമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല തൊഴിലവസരങ്ങൾ ജീവിതത്തിൽ തേടി വരുന്നതായിരിക്കും. വിവാഹം നടക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ്. ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചകളും ധന അഭിവൃദ്ധികളും ജീവിത അഭിവൃദ്ധികളൊക്കെ നിങ്ങൾക്ക് സംഭവിച്ച് നിങ്ങൾക്ക് ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും ഈശ്വരൻ്റെ ചൈതന്യത്താലും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന സമയമൊക്കെയാണ്. വരുന്ന 21 ദിവസക്കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യം തേടി വരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. കുടുംബദേവീ ദേവന്മാരുടെ പ്രീതിയൊക്കെ നമുക്ക് ലഭിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ആപത്തുകളിൽ നിന്നും കരകയറുവാനും നിങ്ങൾക്ക് ധനാഭിവൃദ്ധികളും സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകലുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. നിങ്ങളൊരു ബിസിനസ് സംരംഭകരാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ പരാജയങ്ങളാണ് മുൻകാലങ്ങളിൽ കാണപ്പെട്ടെങ്കിൽ അതൊക്കെ മാറുന്ന സമയമാണ്. നിങ്ങൾ ശിവക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ശിവൻ്റെ നാമങ്ങൾ ഉരുവിടുക. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം നിങ്ങൾ ദിനവും 101 തവണ ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങൾക്ക് ഭഗവാൻ കൊണ്ടുവരുന്നതായിരിക്കും. വലിയ ഉയർച്ചകളൊക്കെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ അങ്ങോട്ട് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. എല്ലാവിധമായിട്ടുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിത ഉയർച്ചകളും ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം കൈവരിക്കുവാനും യോഗമുണ്ട്. അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ രോഹിണി നക്ഷത്ര ജാതകരാണ്. രോഹിണി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ ദുരിത കാലഘട്ടങ്ങൾക്ക് പൂർണ്ണമായും അസ്തമനം ഉണ്ടാകുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ജീവിത വിജയത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ്. നിങ്ങൾക്ക് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാനും വലിയ ധനവാനായി തീരുവാനുമുള്ള ഭാഗ്യയോഗങ്ങളാണ് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസ കാലഘട്ടങ്ങളും ദുരിത കാലഘട്ടങ്ങളും പൂർണ്ണമായും അകലുന്നു. നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാനും ഭാഗ്യം സിദ്ധിക്കും.
സിദ്ധിക്കുന്നതായിരിക്കും. ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് 2025 സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നല്ല തൊഴിലവസരങ്ങൾ ജീവിതത്തിൽ തേടി വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങളും നിയമക്കുരുക്കുകളിലൊക്കെ അകപ്പെട്ട് നിൽക്കുന്നവർക്ക് നിയമക്കുരുക്കുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാൻ കഴിയുന്ന സമയമൊക്കെയാണ്. ജീവിതത്തിൽ ഉയർച്ചയുടെ സമയമാണ്. സാമ്പത്തിക അഭിവൃദ്ധികൾ നിങ്ങളെ തേടി വരുന്ന കാലഘട്ടമൊക്കെയാണ്. എന്ത് തന്നെയായാലും ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലൊരു സമയം തെളിഞ്ഞ് സാമ്പത്തിക അഭിവൃദ്ധിയോട് കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന സമയമൊക്കെയാണ്. അതുപോലെ തന്നെ അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ആയില്യം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ വലിയ നേട്ടത്തിൻ്റെ സമയമാണ്. നിങ്ങളൊരു നിക്ഷേപകനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിലും നിക്ഷേപങ്ങളിലും വളരെയധികം വർധനവുണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വർധനവും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനുമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക, കുടുംബ ദേവീ ദേവന്മാർക്ക് വേണ്ടുന്നുള്ള പൂജകളും വഴിപാടുകളും നടത്തി നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വലിയ ജീവിത വിജയങ്ങളും വലിയ ഉയർച്ചകളും നിങ്ങൾക്ക് നേടിയെടുക്കാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസ കാലഘട്ടങ്ങൾ പൂർണ്ണമായും അകലുന്ന സമയമാണ്. ഇനി തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയും. ശത്രുക്കളൊക്കെ പൂർണ്ണമായും പരാജയം സമ്മതിച്ച് തിരിച്ചുവിടുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ കാണപ്പെടുന്നതായിരിക്കും. എന്ത് തന്നെയായാലും ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധികളും ഉന്നതികളും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന സമയമൊക്കെയാണ്. ഉയർച്ചയുടെ സമയമാണ്. നിങ്ങൾ പൂർണ്ണതും സർവേശ്വരൻ അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളും വലിയ ധനാഭിവൃദ്ധിയൊക്കെ ജീവിതത്തിൽ കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഇവർക്ക് കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ധനാഭിവൃദ്ധികളും സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സാമ്പത്തിക നേട്ടത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളും കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളോട് കഴിയുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വലിയ വഴിത്തിരിവിലേക്കൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കുടുംബത്ത് വളരെയധികം ഐക്യതയില്ലാതൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കുടുംബത്ത് ഐക്യത ഉണ്ടാകുന്നതായിരിക്കും. മക്കൾക്ക് നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. മക്കളുടെ വിവാഹം നടക്കുന്ന സമയമാണ്. എന്തു തന്നെയായാലും നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾക്ക് മോചനങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 2025. അതുപോലെ തന്നെ 21 ദിവസക്കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളും വലിയ വലിയ ഭാഗ്യാനുഭവങ്ങളും കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് ഒരു ധനാഭിവൃദ്ധിയോട് കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ടാണ് കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക നിങ്ങൾ. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. പൂരാടം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ പിറക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധാരാളം സൗഭാഗ്യങ്ങൾ ഈ സമയങ്ങളുണ്ടാകും. ധനാഭിവൃദ്ധികൾ ഉണ്ടാകുന്നതായിരിക്കും. കുടുംബത്തിൽ ചൈതന്യവും ഐശ്വര്യവും വർദ്ധിക്കുന്നതായിരിക്കും. കുടുംബത്തിലെ ആൾക്കാർക്ക് ലോട്ടറി ഭാഗ്യങ്ങൾ തേടി വരുവാനുള്ള സാധ്യതകളുണ്ട് ഈ പൂരാടം നക്ഷത്രക്കാരുള്ള കുടുംബത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതായിരിക്കും പൂരാടം നക്ഷത്രക്കാരുള്ള ഒരു കുടുംബത്തിൽ. അതുകൊണ്ട് തന്നെ ഈ പൂരാടം നക്ഷത്രക്കാർ എല്ലാ ദിവസവും അവരുടെ കുടുംബത്തിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യം അനുഭവിക്കുന്നതായിരിക്കും. വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒത്തിരി മാറ്റങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈ സമയം നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. തിരുവോണം നക്ഷത്ര ജാതകർക്കും 2025 പൊതുവെ വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാണ്. ധാരാളം സൗഭാഗ്യകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമാണ്. എല്ലാവിധമായ ജോലികളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്നതായിരിക്കും. തൊഴിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ക്ലേശങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. വളരെയധികം ധനാഭിവൃദ്ധിയൊക്കെ നേടിയെടുത്ത് നല്ല ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈ 2025 കാണപ്പെടുന്നുണ്ട്. ഉറപ്പായും നിങ്ങളൊന്നുമില്ലായ്മയിൽ നിന്നും അതിസമ്പത്തിലേക്കൊക്കെ ജീവിതം എത്തിച്ചേരുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ്. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.